ഹലോ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആരോരുമില്ലാത്ത പപ്പിക്കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നതാണ്. വിശേഷം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ പപ്പിക്കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാനുള്ള വഴിയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് റിസ്ക് പിടിച്ച വഴിയാണ്, എന്നാലും കുഴപ്പമില്ല. ഒന്ന് പോയി നോക്കാം. ചോറും കൊണ്ട് ചെല്ലുമ്പോഴേക്കും ഉണ്ടല്ലോ, അവന്മാർക്കുള്ള സന്തോഷം കാണണം. അടിപൊളിയാണ്. ഇത് പോകുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. കാടാണ്. കാടും ഇതിനൊക്കെ ഈ ഒറ്റ കല്ല് വെച്ചേക്കണം. ഇതിലേക്കൂടെയാണ് നടന്നു പോകേണ്ടത്. വീഴാതെ പോകണം. ഇപ്പം നോക്കി വിളിക്കുമ്പോൾ അവന്മാരെ വരണമാണ്. കറി ഇവർ പോവാൻ സമ്മതിക്കൂല. ഇവന്മാർക്കുള്ള ആഹാരം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഒരു കുപ്പി വെള്ളവും കൂടെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇവന്മാർക്ക് കൊടുക്കുന്നതും എല്ലാം കൂടെ വീഡിയോയും പിടിക്കുകയും വേണം. എന്നാൽ ഇവന്മാർക്ക് ഇത് കൊടുക്കുകയും വേണം. ഇത് രണ്ടും കൂടെ ഉള്ള കാര്യം റിസ്ക്കാണ്. എന്നാലും ഞാൻ മാക്സിമം ഇത് രണ്ടും കൂടെ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവന്മാർക്ക് ആഹാരം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പാത്രത്തിൽ. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് വെള്ളം പൊട്ടിച്ച് കൊടുക്കണം. കുപ്പിയിലെ വെള്ളം പൊട്ടിച്ച് കൊടുക്കണം. പക്ഷേ ഇത് രണ്ടും കൂടെ വീഡിയോ പിടിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് മാക്സിമം നല്ലതുപോലെ ഞാൻ ഈ പാവപ്പെട്ടവന്മാർ വീഡിയോക്കകത്താക്കിയിട്ടുണ്ട്. നോക്കുക, അവന്മാർ തിന്നുന്നത് കണ്ടോ, എന്ത് രസമാണെന്നറിയാമോ. ഭയങ്കര സ്നേഹമൊക്കെയാണ്. ഡെയിലി രാവിലെയും ഉച്ചയ്ക്കും ഞാൻ ആഹാരം കൊടുക്കുന്നുണ്ട് ഇവർക്ക്. വളർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർ എവിടെയെങ്കിലും പോയി ആഹാരം കഴിച്ചോളും. ഞങ്ങളുടെ സ്ഥലമല്ല ഇത്, നമ്മൾ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നത് വരെ എൻ്റെ വകയായിരിക്കും ഇവന്മാർക്ക് ആഹാരം. അത് ഞാൻ തീർച്ചയായിട്ടും കൊടുക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇവന്മാരെ. മൊത്തം 7 പേരുണ്ട്. 7 പേരുണ്ടെങ്കിൽ തന്നെയും അതിൽ 2 പെണ്ണും ബാക്കിയെല്ലാം ആണുങ്ങളാണ്. 2 പെൺപട്ടി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ആൺപട്ടികളാണ്. ആൺപട്ടികളെല്ലാം നല്ല രസമുള്ള പട്ടികളാണ്. അതുപോലെ തന്നെ ആഹാരം കൊടുത്തിട്ട് പോകാൻ പറ്റത്തില്ല. ആഹാരം കൊടുത്തിട്ട് പോകാനായിട്ട് നോക്കുകയാണെങ്കിൽ കൂടെ വരും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവർക്ക് ആഹാരം കൊടുത്തിട്ട് ടക്കനെ ഓടി ഒളിച്ചൊക്കെയാണ് ഞാൻ പോകുന്നത്. ഈ 2-3 കണ്ണ് തുറന്നപ്പോഴേ ആഹാരം കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട്, ആഹാരം കഴിക്കുന്ന പ്രായത്തിൽ ആഹാരം കൊണ്ട് കൊടുക്കുന്ന അന്നോട്ടേ
എന്നെ അറിയാം, എന്നെ കാണുമ്പോൾ തന്നെ ഓടി വരും. അതുപോലെ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ കാണാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ.